റൊണാൾഡോ പോർച്ചുഗൽ ടീമിൽ തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇനി പോർച്ചുഗൽ ടീമിൽ തുടരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി തുടരണമോ? അല്ലെങ്കിൽ ഇതോടുകൂടി അദ്ദേഹം പോർച്ചുഗൽ ടീമിൽ നിന്ന് വിരമിക്കുന്നതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് വിജയിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൊണാൾഡോ ഇനി ടീമിൽ തുടരുന്നതിൽ ഒരു കാര്യമില്ല. അദ്ദേഹം വിരമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു തീരുമാനം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 2024 യൂറോ കപ്പിലെ ആ ഒരു പോർച്ചുഗലിന്റെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ മികച്ച സ്ക്വാഡാണ്. വമ്പൻ ക്ലബിലുള്ള ഒരുപാട് നിരവധി പ്ലേയേഴ്സും കളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നല്ല രീതിയിലുള്ള കളി പോർച്ചുഗലിന്റെ ഒരു മത്സരത്തിലും കാണാൻ സാധിച്ചിട്ടില്ല. മുമ്പിലോട്ട് പന്ത് എത്തിച്ചു കൊടുക്കാൻ പോലും പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡ് നല്ലവണ്ണം പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ റൊണാൾഡോയെ മാത്രം മുൻനിർത്തി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് പോർച്ചുഗൽ ടീമിലെ എല്ലാ പ്ലേയേഴ്സും അംഗീകരിക്കുന്നില്ല. കുറച്ച് പ്ലേയേഴ്സ് മാത്രമാണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഇനി പോർച്ചുഗൽ ടീമിൽ തുടരുന്നതിൽ വലിയ നേട്ടങ്ങളൊന്നും സാധിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് കളിക്കണം, അതുപോലെ തന്നെ UEFA നാഷണൽ ലീഗ് കളിക്കണം. അതൊക്കെ കളിച്ചാലും അതൊക്കെ ഏറ്റുമുട്ടാൻ പോകുന്നത് വമ്പൻ ടീമുകളുമായിട്ടാണ്. ഈ ഒരു സ്ക്വാഡും വെച്ചിട്ട് ഈ ഒരു പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് അതൊക്കെ സ്വന്തമാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് അദ്ദേഹം ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. അർജന്റീനയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, മെസ്സിയെ ഒരു ലീഡറായി അംഗീകരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും, അർജന്റീന ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും അദ്ദേഹത്തെ ഒരു ലീഡറായി അംഗീകരിക്കുന്നുണ്ട്, മെസ്സിയെ. അതുകൊണ്ട് അർജന്റീന എന്ന സ്ക്വാഡ് മികച്ചൊരു സ്ക്വാഡായി മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറസ് മൈൻ.